Then last picture is a frog. F-R-O-G. Frog. Fill with the F-R. Clear? Frog. First one is shoe. S-H-O-E. Shoe. The next one is a chair. C-H-A-I-R. Chair. Then third, that is grapes. G-R-A-P-E-S. Grapes. Then that is a wheel. W-H-E-E-L. Wheel. The next one is a crow. Is the bird. C-R-O-W. Crow. C-R-O-W. Then next one is a frog. F-R-O-G. Frog. Is it clear? Are you finished this? Clear? Yes. Then let me start the next and listen. Page number 13. When we speak of more than one thing, we add S to its name. We know that one and many. We are going to study about one thing and many things. When we speak of more than one thing, we add S to its name. You know that? എന്താണ് നമ്മൾ ഒന്നിലധികം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിന്റെ പേരിന്റെ കൂടെ നമ്മൾ ഏത് ലെറ്റർ ആഡ് ചെയ്യും? എസ് ആഡ് ചെയ്യും അല്ലേ? എസ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു മിഠായി ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് പറയും? ചോക്ലേറ്റ് എന്ന് പറയും അല്ലേ? ബട്ട് മോർ ദാൻ വൺ ആണെങ്കിലോ ചോക്ലേറ്റ്സ് എന്ന് പറയില്ലേ? എസ് നമ്മൾ ആഡ് ചെയ്യില്ലേ? മിഠായി എന്ന് പറയും, മിഠായികൾ എന്ന് പറയും അല്ലേ? ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ചോക്ലേറ്റ് എന്ന് പറയും. കുറെ എണ്ണം ഉണ്ടെങ്കിലോ ചോക്ലേറ്റ്സ്. അപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ചിൽഡ്രൻ അല്ലേ? അല്ലെങ്കിൽ ചൈൽഡ്. കുറെ ഉണ്ടെങ്കിലോ ചിൽഡ്രൻസ് എന്ന് പറയും അല്ലേ? അതുപോലെയാണ് എന്താണ് ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലേ? ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിന്റെ പേര് പറയും. Then more than one ആണെങ്കിൽ we added s for its name. Okay. ഇവിടെ കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് one and many ന്റെ. നമുക്ക് നോക്കാം അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഒന്ന് മാത്രമാണെങ്കിൽ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ ബുക്ക് ആണെങ്കിൽ ഒരു പുസ്തകേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ എന്ത് പറയും? ബുക്ക് എന്ന് പറയും. കുറെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലോ ബുക്സ് എന്ന് നമ്മൾ പറയില്ലേ? ചോക്ലേറ്റ് ചോക്ലേറ്റ്സ്, ബുക്സ് പറയാറില്ലേ? സോ അതുപോലെയാണ്. When we speak of more than one and we added s for its name. Okay, listen here. Here is a picture of a cow. Here is a cow. That is one cow. ഒരു പശു മാത്രമാണ് ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? one cow. ഒരു പശു എന്ന് നമ്മൾ പറയും അല്ലേ? one cow. Then there are many cows. കുറെ പശുക്കൾ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കൂടെ എസ് ആഡ് ചെയ്തു അല്ലേ? Nazim, listen here. Okay. Then here is a one cow and many cows. എന്താണ്? ഒരു പശു ഉണ്ട് അല്ലേ? Then കുറെ പശുക്കൾ ഉണ്ട്. അപ്പം ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് അതിന്റെ പേര് പറയും. And more than one we added s for its name. നോക്കാം അല്ലേ? എസ് അല്ലേ കൂടിയിട്ടുള്ളത് ഇവിടെ? one cow എന്ന് പറയുമ്പോ എന്താണ്? C-O-W, cow. And then many cows, C-O-W-S. S നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? ഒരു വസ്തു മാത്രമാണെങ്കിൽ നമ്മൾ അതിന്റെ പേരാണ് പറയാ അല്ലേ? Here is a cow. One cow. Only one is there. One cow. എന്താണ്? ഒരു പശു ആണുള്ളത് അല്ലേ? One cow.
and then there are many cows. ഒന്നിലധികം എന്തുണ്ട്? പശുക്കൾ ഉണ്ട് അല്ലെ? കുറെ പശുക്കളില്ലേ? 3 പശുക്കൾ ഉണ്ടല്ലേ ഇപ്പൊ പിക്ചറിൽ അല്ലെ? ഒരു സൈഡിൽ എന്താണ്? ഒരു പശു മാത്രമാണ് ഉള്ളത്. One cow and the other side is many cows. കുറെ പശുക്കൾ അല്ലെ? ഇപ്പൊ one book and many books. One pen, many pens, and one ball, many balls. One friend, many friends, and one toy, many toys. Okay, you understand it? Clear? If there is one thing, we called its name, and there is more than one thing, we added s for its name. Clear? Book, books. Cow, cows. Dog, dogs. Cat, cats. Chocolate, chocolates. Clear? ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന്റെ പേര് പറയും. Then more than one if we added s for its name. Clear? എന്താണ്? ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ s അതിന്റെ പേര് പറയും. Then more than one ആണെങ്കിൽ we added s for its name. Clear? നോക്കാം അല്ലേ? One cow, ഒരു പശു. Then many cows, കുറേ പശുക്കൾ. Then one goat, many goats. One book, many books. One chocolate, many chocolates. And one ball, many balls. One bird, many birds. One cat, many cats. Okay. പൂച്ച, പൂച്ചകൾ അല്ലേ? ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന്റെ പേര് മാത്രമേ പറയുള്ളൂ അല്ലേ? ഒരു പൂച്ചേനെ കണ്ടാൽ നിങ്ങൾ എന്താ പറയും? ദാ പൂച്ചകൾ എന്ന് പറയാറുണ്ടോ? നോ, അവിടെ ഒരു പൂച്ചയുണ്ട്. There is a cat എന്നേ നമ്മൾ പറയാറുള്ളൂ അല്ലേ? There is a cat. അവിടെ എന്താണ്? ഒരു പൂച്ചയുണ്ട്. Then there are a lots of cats and more than one cat. We called there are many cats. Here is cats എന്ന് നമ്മൾ പറയും അല്ലേ? ഒരു പൂച്ചയുണ്ട്, കുറെ പൂച്ചകളുണ്ട്, അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഉണ്ടല്ലേ? അപ്പൊ എന്ത് പറയും? When we speak of one thing, we say its name, and we speak of more than one thing, we added s for its name. Clear? Book, books. Bird, birds. Pen, pens. Chocolate, chocolates. Ice cream, ice creams. Then and add s to make many words. Then അവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് അല്ലേ? Take your pencil and fill that. എന്താണ്? When we speak about one thing, we say its name, and we speak about more than one thing, we added s for its name. And here is an activity for you. Add s to make many words. എന്താണ്? s add ചെയ്തിട്ട് കുറെ എണ്ണം ഉള്ള വേർഡ്സ് ആക്കി മാറ്റണം അല്ലെ? മെനി വേർഡ്സ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റണം. Listen. Here is an ant. One ant. Ant എന്താണ്? What do you mean by ant? A-N-T. Ant. എന്താണ് alone? Ant. Ant എന്താണ് alone? What's the meaning of ant? ഉറുമ്പ്. ഉറുമ്പ്. Okay. Ant. ഉറുമ്പ്. കുറേ ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്ത് പറയും alone? ഉറുമ്പുകളെ എങ്ങനെ പറയും നമ്മള്? Many ants. Many ants. Then write there ants. Many എന്ന് എഴുതണ്ട. Ants എന്ന് വെച്ചാൽ തന്നെ എന്താണ്? Many ആണ് അല്ലേ? ഒന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ant എന്ന് പറയും. Then many ആണെങ്കിൽ we called ants. So write there ants. A-N-T and add s. Ants. Okay. Ant.
one thing is called ant. One ant is there and there is many ants. A-N-T-S, ants. Right there. Everybody write it there. Shamil, what are you doing there, Shamil? Listen, I write there. എല്ലാവരും നന്നായിട്ട് എഴുതി നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എന്ത് ചെയ്യണം? നല്ല നീറ്റ് ആക്കി വെക്കണം അല്ലേ? എന്താണ് എല്ലാവരുടെയും ഹൗസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവർക്കും നല്ല സമ്മാനം കിട്ടും അല്ലേ? ടീച്ചേഴ്സ് മാത്രമല്ല വരും, ആരും കൂടെ വരുന്നുണ്ട്? സാറും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നോട്ടും ടെക്സ്റ്റും ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവണം. നിങ്ങളെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ പാരന്റ്സ് പറയണം നല്ല കുട്ടികളാണ് എന്നല്ലേ? നിങ്ങളുടെ കുരുത്തക്കേടൊക്കെ പാരന്റ്സ് പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ? നല്ല തല്ല് കിട്ടാൻ വേണ്ടി പോണത്. എന്താണ് മുഹമ്മദ് സാദ്? കൊറേ സമയമല്ല, എന്താ ചെയ്യുന്ന മോനെ? ലിസൺ ഹിയർ. ഓക്കെ, then write there ants. A-N-T-S. Okay, finish. എഴുതിയോ? ants and one ant, many ants. Okay, the next one, cap. Cap, C-A-P, cap. Here is the picture of a cat. Cap, one cap. C-A-P, cap. And what we called many. Many. How can we make it many? എങ്ങനെയാണ് ഭവിക? Cap and many Caps. caps. Okay. C-A-P-S, caps. Add S for its name. Cap and caps. Right there, caps. Naseem, എഴുതിയില്ലേ Naseem? എഴുതിയോ? Where's your textbook? Okay, are you finished it? Caps? Are you write it? Yes, caps. Cap and caps. And cap, caps. And third one, what's that? Third picture, what is that? എന്താണിത്? ആ മൂന്നാമത് കാണുന്ന ചിത്രം എന്താണ്? എന്താണ് സമജ്ന അത്? ഏതാ? Third one, cap, caps. Then next one, cap കഴിഞ്ഞിട്ടുള്ള പിക്ചർ ഏതാണ് മോളെ? മുട്ട. What is that? Say it in English. എന്താണത്? Read it. Egg. Okay, there is a egg. And how we make it many? How we make it many, സമജ്ന? എങ്ങനെയാണ് നമ്മൾ ഒന്നിലധികമാക്കുക? Egg, egg and മുട്ട, മുട്ടകൾ എന്ന് നമ്മൾ എങ്ങനെ പറയും? Eggs. Okay, listen here. ശ്രദ്ധിക്കുന്നേ ഇല്ല അല്ലെ സമജ്ന? അതുകൊണ്ടാണ് ആൻസർ കിട്ടാത്തത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ മോളെ. ഓക്കെ, then egg, eggs. അല്ലേ? We called it eggs. Many eggs. One egg and many eggs. മുട്ട, മുട്ടകൾ അല്ലേ? മുട്ട ഇഷ്ടാണോ എല്ലാവർക്കും? ഇഷ്ടാണോ? Okay, egg, eggs. Egg, eggs. Okay. Then next one, ball. That is a ball. And how we make it many? എങ്ങനെയാണ് സർഗ? ബോൾ എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ്? Many balls. Many balls. Then write their balls. നിങ്ങൾ എന്താ ചെയ്യണേ? ആൻഡ് എന്ന് എഴുതിയതിന്റെ കൂടെ തന്നെ എസ് എഴുതുകയല്ലല്ലോ ചെയ്യുന്നത്, സെപ്പറേറ്റ് തന്നെ എഴുതണം കേട്ടോ. ആൻഡ് ants എന്ന് വേറെ തന്നെ എഴുതണേ.
എന്താണ് മോളെ സർഗ? എഴുതിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? ആൻഡ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ എസ് എഴുതി ചേർക്കരുത്. ആൻസ് എന്ന് വേറെ തന്നെ എഴുതണേ. ആൻഡ് ആൻസ്. ക്യാപ് ക്യാപ്സ് എന്ന് തന്നെ എഴുതണം. ക്യാപ് എന്ന് എഴുതിയതിന്റെ കൂടെ തന്നെ എസ് എഴുതരുത്. നമ്മള് സെപ്പറേറ്റ് ആയിട്ട് CAPS എന്ന് എഴുതണേ. ഓക്കെ. ക്യാപ് ക്യാപ്സ്, egg eggs, ball balls. ഓക്കെ. ഒരു ബോള്, കുറേ ബോളുകൾ അല്ലേ? ഒരു പന്ത്, കുറേ പന്തുകൾ. So ball balls. Clear? The last one, doll. Here is a doll. When we make it many, Ishan, when we make it many, doll. Dolls. Okay, doll, dolls. Okay. Ants, cap, caps, egg, eggs, ball, balls, doll, dolls. Clear? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ? വൺ ആൻഡ് മെനി പറയാ അല്ലെ? ഒന്ന് ആണെങ്കിൽ നമ്മൾ അതിന്റെ പേര് മാത്രം പറയും അല്ലെ? ഒരു ചോക്ലേറ്റ് ഉണ്ട് എന്റെ കയ്യിൽ അല്ലേ? ദെൻ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, മുട്ടായികൾ ഉണ്ടെങ്കിലോ? മെനി ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ് ചോക്ലേറ്റ്സ്. ബുക്ക് ബുക്സ്. പെൻ പെൻസ്. ദെൻ ടോയ് toys. Ants. Cap cap. Egg eggs. Ball balls. Doll dolls. Add S for its name. Okay. Clear? When we speak about one thing, we say its name, and we speak about more than one thing, we added S to its name. Clear? We say about a cow, we say that one cow and a cow. And then we say about more than one thing, we say cows. More cows. We say cows. And we talk about a toy. We say that one toy is there. One toy. ഒരു പാവയുണ്ട് അല്ലേ? ഒരു കളിപ്പാട്ടമുണ്ട്. Here is one toy. And we told about more than one. We say many toys. Okay, many toys. And then ant. ഉറുമ്പ്, ഉറുമ്പുകൾ. Ants. And cap. Cap എന്താണ്? Cap എന്ന് വെച്ചാൽ എന്താണ്? തലയിലിടുന്ന നമ്മുടെ തൊപ്പി അല്ലേ? Cap. Cap caps. തൊപ്പി തൊപ്പികൾ. കുറെ തൊപ്പികൾ ഉണ്ട് അല്ലേ? അപ്പൊ കുറെ ഉണ്ടെങ്കിൽ എന്താ പറയാ? ക്യാപ്സ് എന്നേ പറയാവൂ അല്ലെ? എസ് നമ്മള് ആഡ് ചെയ്യണം. ഒരു ബുക്ക് ഉണ്ട്. Here is a book. A book, one book. And more than one, we say books. അല്ലേ? Books എന്ന് നമ്മൾ പറയില്ലേ? Book, books. Okay. Chocolate, chocolates. Ice cream, ice creams. And friend, friends. നമ്മള് ഒരാൾ മാത്രമാണെങ്കിൽ അല്ലെ? ഇപ്പൊ എന്താണ്? നമ്മുടെ ആരാണ്? നമ്മുടെ കാശിനാഥിന്റെ ഒരു ഫ്രണ്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും? കാശിനാഥിന്റെ ഒരു ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറയാറുണ്ടോ? നോ. വി ഓൺലി സേ ദാറ്റ് എ ഫ്രണ്ട്. ഒരു ഫ്രണ്ട്, ഒരു സുഹൃത്ത് എന്നേ നമ്മൾ പറയാറുള്ളൂ. ഒരു സുഹൃത്തുക്കൾ എന്ന് പറയാറുണ്ടോ? നോ. വി ഓൺലി സേ ദാറ്റ് എ ഫ്രണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ദിസ്. Here is the thing, a thing, only one thing, we say only its name. And more than one thing, we added S for its name. Clear? Book, books. Friend, friends. And
and ice cream, ice creams, bird, birds, dog, dogs, cat, cats, chocolate, chocolates, ant, ants, cap, caps, egg, eggs, ball, balls, doll, dolls, clear, cow, cows, dog, dogs, pet and pets. Okay. ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ s ആഡ് ചെയ്യും അല്ലേ? ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായോ? ഒരു ഒരു തിങ് മാത്രമാണ്, ഒരു സാധനം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ only say its name. Here is a chocolate. I am say I have a chocolate and I have a chocolate in my hand and I have more than one chocolate. I am saying that I have many chocolates in my hand. Okay. എന്താണ്? ഒരു ചോക്ലേറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ പറയും എന്താണ്? എന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട് എന്ന് പറയും. And more than one chocolate, I am saying that I have many chocolates in my hand. എന്റെ കയ്യിൽ ഒരുപാട് മിഠായികൾ ഉണ്ട് എന്ന് ഞാൻ പറയൂ അല്ലേ? ഓക്കെ. അങ്ങനെ നിങ്ങൾ പറയാറില്ലേ? കുറേ മിഠായികൾ കയ്യിൽ പിടിച്ചിട്ട് എന്റെ കയ്യിൽ മിഠായി ഉണ്ട്, ഒരു മിഠായി ഉണ്ട് എന്ന് പറയോ? ഇല്ല, എന്റെ കയ്യിൽ കുറേ മിഠായികൾ ഉണ്ട് എന്ന് പറയും. then നമ്മുടെ കയ്യിൽ ഒരു മിഠായി മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്. then ഒരു മിഠായി കയ്യിൽ പിടിച്ചിട്ട് കുറേ മിഠായികൾ ഉണ്ട് അല്ലെങ്കിൽ എന്റെ കയ്യിൽ മിഠായികൾ ഉണ്ട് എന്ന് പറയാറുണ്ടോ? no. ഒരു thing മാത്രമാണെങ്കിൽ we say only its name and there is more than one thing, we added s to its name. Clear? Cow, cows, toy, toys, ant, ants, cat, cats, egg, eggs, ball, balls, doll, dolls. Clear? Abhrami, can you read it? One cow and many cows. അതൊക്കെ ഒന്ന് വായിച്ചേ അബ്രാമി. Okay. One cow. More cow. One cow, many cows. Okay. One cow, many cows. One toy. One toy. Then Many toys. many toys. Okay. Then next and അതൊക്കെ ഒന്ന് വായിച്ചേ. And And cap, cap. Egg, egg. egg, eggs. S add ചെയ്ത് പറയണേ. egg, eggs. Then Ball, ball. Doll, doll. okay. അപ്പോ s ആഡ് ചെയ്ത് പറയാണ് വേണ്ടത് അല്ലേ? നെക്സ്റ്റ് വായിച്ചു മോളെ ലക്ഷ്മി. Can you read it? One cow, One cow, cows, many cows. many cows. One toy, many toys. One ant, One ഇല്ല, ആന്റ് എന്ന് പറഞ്ഞാൽ മതി. ant, many ants. മെനി ഇല്ല, ആൻസ് എന്ന് പറഞ്ഞാൽ മതി. Ants, cat, cats, egg, eggs, ball, balls, Doll, doll, dolls. Okay. Doll, dolls. Then The Avinash, read it. Cow, one cow and many cows. cow, many cows. One toy, many toys.
balls, eggs, doll, ഓക്കെ ദെൻ എന്ത് ചെയ്യാ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ വേർഡ്സ് എന്ത് ചെയ്യണം? നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. അതായത് പേജ് നമ്പർ 12 and 30. ഇതിൽ എന്തുണ്ട്? കുറെ വേർഡ്സ് ഉണ്ട് അല്ലേ? അതായത് നമ്മളിപ്പോ fill in the blanks with missing letters ചെയ്തല്ലോ. ഷൂ, ചെയർ, grapes, wheel, crow, frog. Then cow, toy, ant, cat, eggs, ball, doll. ഇത്രയും ലെറ്റേഴ്സ് നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഡിക്റ്റേഷൻ വെക്കും. ഓക്കെ, അപ്പൊ ഈ വേർഡ്സിന്റെ സ്പെല്ലിംഗ് നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. പേജ് നമ്പർ 12 and 13. ഓക്കെ, 12ൽ ഏതൊക്കെ വേർഡ്സ് ആണ് പഠിക്കേണ്ടത്? ഷൂ, ആ പിക്ചേഴ്സ് തന്നിട്ടുള്ള വേർഡ്സ് ഇല്ലേ? ഷൂ, ചെയർ, ഗ്രേപ്പ്, വീൽ, ക്രോ, ഫ്രോഗ്. അന്ന് നമ്മൾ പഠിച്ചതാണല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയല്ലേ അന്ന് നന്നായി പഠിച്ചവർക്ക്. പിന്നെ എന്താണ്? ആൻഡ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, എഗ്, ബോള്, ഡോള്, ടോയ്, കൗ. ഇത്രയും വേർഡ്സ് സിമ്പിൾ വേർഡ്സ് ആണ് ഇതല്ലേ? സിമ്പിൾ വേർഡ്സ് ആണ്, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ വേർഡ്സ് ഒക്കെ നന്നായി പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. സോ see you in the next class. and നമ്മുടെ ടൈം ഇതാ കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഈ വേർഡ്സ് ഒക്കെ എല്ലാവരും നന്നായി പഠിച്ച് വായിച്ചു നോക്കിയിട്ടൊക്കെ വരൂല്ലേ? ഓക്കെ, പിന്നെ ഇതുപോലെ എസ് ആഡ് ചെയ്ത് പറയുന്ന വേർഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കണം. കുറെ വേർഡ്സ് ഉണ്ടല്ലേ, ഇങ്ങനെ എസ് ആഡ് ചെയ്ത് പറയുന്ന കുറെ വേർഡ്സ് ഉണ്ട്. സോ ഈ വേർഡ്സ് ഒക്കെ നന്നായി പഠിക്കുക. ദെൻ ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എവിടെ വരെയാണ് എഴുതിയിട്ടുള്ളത്? ഇഷാൻ, ഇംഗ്ലീഷ് നോട്ട് എവിടെ വരെയാണ് ലാസ്റ്റ് ഫിനിഷ് ചെയ്തത്? white, ഓക്കെ, പേജ് നമ്പർ 10 അല്ലേ? yes, യെസ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സ് എന്താണ്? ദെൻ ഓക്കെ, നോ പ്രോബ്ലം. ദെൻ വൈറ്റ്, വൈറ്റ് വരെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ? ദെൻ നെക്സ്റ്റ് പേജിലുള്ള വേർഡ്സ് ഉണ്ടല്ലോ, പേജ് നമ്പർ 11 ഉള്ള വേർഡ്സ് എന്ത് ചെയ്യാ? നോട്ട്ബുക്കിലേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് നീറ്റ് ആയിട്ട് എഴുതുക. പേജ് നമ്പർ 11. ഫിഷ്, വിഷ്. എന്ത് ചെയ്യാ? ദ നെയിം ഓഫ് ദ പിക്ചർ ബിഗിൻ വിത്ത് ബിഗിൻ ഓർ എൻഡ് വിത്ത് SH എന്ന് തന്നിട്ടുള്ളതുണ്ടല്ലോ, അത് നിങ്ങൾ എങ്ങനെ എഴുതണം എന്ന് വെച്ചാ ദ വേർഡ്സ് ബിഗിൻ ഓർ എൻഡ് വിത്ത് SH എന്ന് പറഞ്ഞിട്ട് ഫിഷ്, വിഷ്, ഷർട്ട്, ഷൂ, ബ്രഷ്, ബുഷ്, ഈ വേർഡ്സ് ഒക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതായത് ദ വേർഡ്സ് ബിഗിൻ ഓർ എൻഡ് വിത്ത് SH ൽ സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യുന്ന വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നോട്ട്ബുക്കിലേക്ക് ഈ വേർഡ്സ് എഴുതുക. ഫിഷ്, വിഷ്, ഈ വേർഡ്സ് ഉണ്ടല്ലോ, പിക്ചേഴ്സും വേർഡ്സും, അതിലെ വേർഡ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതുക. മനസ്സിലായോ? ബിഗിൻ ഓർ എൻഡ് വിത്ത് SH എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. ഓക്കെ, ദെൻ ലെറ്റ് മീ വൈൻഡ് അപ്പ്. നമ്മുടെ ക്ലാസ് ഇതാ കഴിഞ്ഞു, നമ്മുടെ ടൈം പോയി. ദെൻ see you in the next class. Okay, bye, study well and all the best for your exam.